ചെകുത്താൻ, മേജർ രവി, മോഹൻലാൽ ഈ ലൂപ്പ് എന്താണെങ്കിലും കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് ചെകുത്താൻ ഇങ്ങനെ വരിയായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചെഗുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ചെകുത്താൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചും കൂടി എന്താ പറയുക, ആദ്യം പറഞ്ഞതിൽ പോയിന്റ്സ് ഉണ്ട്, ഇതിൽ ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് ദ വേ ഓഫ് പ്രസൻറ്റേഷനും ഭയങ്കര ബെറ്ററാണ്. ചെകുത്താൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും സ്പോട്ട് ഓൺ ആയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ആർക്കും കൊണ്ടുപോയിട്ട് കേസോ സാധനം പിടിക്കോ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ചെകുത്താൻ ഒരു വേറെ കൈൻഡ് ഓഫ് മോഡോ അല്ലെങ്കിൽ ഒരു വേറെ കൈൻഡ് ഓഫ് ലാംഗ്വേജോ ടേംസോ ഒന്നും ചെകുത്താൻ യൂസ് ചെയ്തിട്ടില്ല. എന്താണെങ്കിലും ചെകുത്താൻ്റെ വീഡിയോയിൽ നിന്ന് തുടങ്ങാം. പിന്നെ നമുക്ക് മേജർ രവീൻ്റെ മറ്റേ ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഈ അടുത്ത്. മേജർ രവിക്കെതിരെ കേസ്, ധനകാര്യ സ്ഥാപനത്തെ കബളിപ്പിച്ച് 12.5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസാണ്. ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കേസും കാര്യമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു മേജർ രവീൻ്റെ. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മേജർ രവി മറുനാടനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെകുത്താൻ്റെ വീഡിയോൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഞാനൊരു 7-7:15 കൂടി അബ്സ്കോണ്ടിങ് ആയത് ആണ്. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറയുന്നു തിരുവല്ല CA ആണ്, അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ട്, അപ്പോൾ നാളെ രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാണെന്ന് പറഞ്ഞു. ഞാൻ അതനുസരിച്ച് 8 മണിക്ക് ഹാജരാകാൻ നമ്മൾ രാവിലെ പോകണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 7:30 അബ്സ്കോണ്ടിങ് ന്യൂസ് വരുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനത്തെ ഒരു ന്യൂസ് ഇപ്പോൾ വരേണ്ട ഒരു ആവശ്യമില്ല, SHO ഊർജിതമായി അന്വേഷിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കുറ്റവാളിയെ. കുറ്റം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിനെ തെറി വിളിച്ചെന്നും ടെറിട്ടോറിയൽ ആർമിയെ എന്തോ കളിയാക്കിയെന്നോ തെറി വിളിച്ചെന്നോ ചീത്ത പറഞ്ഞെന്നൊക്കെ പറഞ്ഞു, അപമാനിച്ചെന്നോ അത് തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേസ് അങ്ങനെയല്ല, ടെറിട്ടോറിയൽ ആർമിയുടെ കേസൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും അതിനകത്ത് പറയുന്നില്ല. നോക്കുമ്പോൾ കലാപാഹ്വാനം, തെറി വിളിച്ചു എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഈ മോഹൻലാൽ മനുഷ്യനെ തെറി വിളിച്ചിട്ടില്ല ഞാൻ. പിന്നത്തെ കാര്യം കലാപം. ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് കേരളത്തിൽ കലാപം ഉണ്ടാവുകയാണ് അതിന് ഉത്തരവാദി ഞാനല്ല. എങ്ങനെയൊക്കെ പറഞ്ഞാലും കലാപം ഒട്ടും ഉണ്ടായില്ല. 3-ാം തീയതി ഇട്ട വീഡിയോയ്ക്ക് 8-ാം തീയതി ആയിട്ടും കലാപം ഉണ്ടായിട്ടില്ല, 9-ാം തീയതി കലാപം ഉണ്ടായില്ല. ഇപ്പൊ എത്രാം തീയതി ആഡ് ചെയ്യുക ആർക്കറിയാം, ഇതുവരെ കലാപമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മേജർ രവി അറസ്റ്റ് ചെയ്തു. ഈ ഇപ്പൊ വീണ്ടും 2 കേസായി. ഒന്ന് ഏതോ വാർത്ത അവതാരികയെ അപമാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മേജർ രവിക്കെതിരെ അടുത്ത കേസ്, ജാമ്യമില്ലാ വകുപ്പിട്ട് 12 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയെന്ന് വേണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത കേസ്. ഇതൊക്കെ ഇങ്ങനെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുമ്പോഴും മേജർ രവിയുടെ ഒന്നും ഫോട്ടോ ഇങ്ങനെയൊന്നും കാണുന്നില്ല. അത് പിന്നെ പറയുമല്ലോ, ചെയ്യുമല്ലേ അല്ലേ? പറയുന്നതാണ് കുറ്റം. പറയുന്ന അത്രയും വലിയൊരു കുറ്റം കേരളത്തിൽ ഇപ്പൊ കണ്ടുപിടിക്കുന്നില്ല. വളി എന്ന് പറയുമ്പോൾ വലിയ കുറ്റം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പോലത്തെ വലിയ അന്വേഷണങ്ങൾ നടത്തുന്ന ഭയങ്കരമായ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. ഈ പറഞ്ഞ മോഹൻലാൽ, മേജർ രവി എന്നീ 2 പേരും അവിടെ ഈ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഇതുപോലൊരു ദുരന്തബാധിത പ്രദേശത്ത് ചെന്ന് നിന്ന് അവിടുത്തെ കൃത്യനിർവഹണത്തിന് വരെ തടസ്സം വരുത്തിയിട്ട് ഒരുപാട് സമയം വേസ്റ്റ് ആക്കി പട്ടാളക്കാർ അവിടെ നിന്ന് തിരിഞ്ഞു കളിക്കുന്നു. 10-30 പേരോളം ചുറ്റും കൂടുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മണിക്കൂറിന് മുകളിൽ ഈ ഒരാൾ വന്നതിന്റെ പേര് നഷ്ടമായിട്ടുണ്ട്. ആ നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞാൽ പലരുടെയും ജീവൻ രക്ഷിക്കാനുള്ള സമയമാണ് നഷ്ടമായിരിക്കുന്നത് എന്നൊക്കെയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു കേണലോ മേജറോ ആരും ആകട്ടെ, ആരും ഒരിടത്തും പോയി നിന്നുകൊണ്ട് ഒരു ട്രസ്റ്റിന്റെ പേര് പറയുക, ആ ട്രസ്റ്റിൽ നിന്ന് 3 കോടി അനൗൺസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു പ്രദേശത്ത് നിന്ന് ചെയ്യേണ്ട ഒരു കാര്യമല്ല. മിലിറ്ററി വേഷമാണോ ഇട്ടത്, അതോ ഇനി വേറെന്തെങ്കിലും ഫാൻസി ഡ്രസ് ആണോ എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമല്ല. പക്ഷെ എങ്കിൽ പോലും ഇത് കേണലാണെങ്കിലും കേണലല്ലെങ്കിലും ഇങ്ങനൊരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സമയത്ത് ചെന്ന് കയറാൻ പാടില്ല. അത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. സഹായിക്കാനാണെന്ന് പറഞ്ഞ പോലെ ചെന്ന് കയറിയാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ചെകുത്താന്റെ വീഡിയോയിൽ എന്താണെങ്കിലും ആ വേ ഓഫ് പ്രസന്റേഷൻ വളരെ എവിഡന്റ് ആണ്. അതായത് സംസാരിക്കുന്ന കാര്യങ്ങളിൽ എവിടെയും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ള വാക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെകുത്താൻ വെക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് ഇതിന് മുമ്പും വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ ടൈമിൽ അതിൻ്റെ വേ ഓഫ് പ്രസന്റേഷൻ കുറച്ചും കൂടി വേറെ രീതിയിലായതുകൊണ്ട് അതിൽ ചെകുത്താനെയാണ് എല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോയി നോക്കി അറിയാം, ചെകുത്താൻ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇതിൽ പോയിന്റ് ഉണ്ടല്ലോ എന്നുള്ള ആളുകളിലേക്ക് കൂടുതൽ കൺവേ ആവാൻ തുടങ്ങി. അത് ചെകുത്താൻ തന്നെയാണ് നല്ലത്. ചെയ്യുന്ന വീഡിയോസിൽ കുറച്ചും കൂടി സോർട്ടഡ് ആയിട്ട് ഒന്ന് ഇരുത്തി അങ്ങോട്ട് കാര്യം ആ വൃത്തിക്ക് പറഞ്ഞു പോവുക. ഇടയിലുള്ള ഈ എക്സ്ട്രാ സാധനങ്ങൾ കൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെകുത്താൻ്റെ കണ്ടന്റുകൾ എന്താണെങ്കിലും ഫയറായിട്ട് കയറും. പറയുന്ന കാര്യങ്ങളിൽ മോസ്റ്റ്ലി പോയിന്റ്സും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം എന്താണെങ്കിലും ചെഗുവിൻ്റെ കുറേ വീഡിയോസ് ചെഗു കണ്ടിന്യൂസ് വീഡിയോസ് വരുന്നുണ്ട് ചെഗുവിൻ്റെ. അതിൽ തന്നെ ചെഗു പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ലാലേട്ടൻ ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ അതിനകത്തുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, ഞാൻ ഇനി വീണ്ടും വെക്കുന്നില്ല. ആ പോലീസ് ഓഫീസറെ വിളിച്ച് ലാലേട്ടൻ സംസാരിച്ച സമയത്ത് ലാലേട്ടന് പ്രശ്നമൊന്നുമില്ല, ആർമിക്ക് പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ലൊരു മനുഷ്യനാണ് ലാലേട്ടൻ എന്നൊക്കെ പോലീസുകാരൻ പറയുന്നത്. അപ്പം ഞാനും പറയുന്നുണ്ടായിരുന്നു, ലാലേട്ടന് പ്രശ്നമില്ല, ലാലേട്ടൻ അങ്ങനെയാണ്. ചെഗു ആരാണെങ്കിലും ക്രിറ്റിസിസം വരുമ്പോൾ അങ്ങനെ എന്തെയില്ല, മോസ്റ്റ് ഓഫ് ദ ടൈം തിരിഞ്ഞു നോക്കാറില്ല, ആ വഴിക്ക് പോകാറുമില്ല. അപ്പം ചെഗു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിൽ. അതായത് സിദ്ദിഖിന് പിന്നെന്താ കുഴപ്പം?
സിദ്ദിഖ് പറഞ്ഞത് മോഹൻലാലിനെ പറഞ്ഞു എന്ന് പറഞ്ഞു. മോഹൻലാലിനെ അപ്പോൾ പിന്നെ എന്താണെങ്കിലും പോലീസുകാർ എന്ത് ചെയ്യും? മോഹൻലാലിനോട് ചോദിക്കുമല്ലോ. ഇതാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ വിളിച്ചിട്ട് ലാലേട്ടൻ പറയുകയാണ് എനിക്ക് പേഴ്സണലി അതൊന്നും വിഷയമല്ല, ആർമിക്കാർക്ക് വിഷയം ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളത്. അതും ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വിളിച്ചിട്ട് പിന്നെ എന്ത് കേസ് നിലനിൽക്കുന്നുള്ളൊരു ചോദ്യമൊക്കെ ഇതിൽ ചെക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചെകുത്താൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ആ കംപ്ലീറ്റ് വീഡിയോ കണ്ടാൽ മതി. അതിനുശേഷം പിന്നെ ചെകുത്താൻ നേരെ പോകുന്നത് മേജർ രവിൻ്റെ ഇപ്പോഴത്തെ കേസ് കാര്യങ്ങൾ അത് ചെകുത്താൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ചെകുത്താൻ ഈ വീഡിയോസൊക്കെ കണ്ട് ഈ മേജർ രവിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ കണ്ടിട്ട് ചെകുത്താൻ്റെ വേർഷൻ എന്തായാലും ചെകുത്താൻ പറയുന്നുണ്ടാവും. മേജർ രവിൻ്റെ കേസ് റിലേറ്റഡ് ആയിട്ട് മേജർ രവി മറുനാടന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ വയ്ക്കാം. ആ കേസ് വളരെ പഴയത് 2015 മറ്റാണെന്ന് തോന്നുന്നു. അത് ഞാനൊരു ഫങ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തപസ്യയുടെ ആയിരുന്നു, സാംസ്കാരിക വേദി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സംസ്കാരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ കൂടെ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണുന്ന സംസ്കാരം എന്ന് പറയുന്നത് ദുർഗാദേവിയെ, ഞാൻ ആ വാക്ക് യൂസ് ചെയ്യുന്നില്ല, അത്രയും അപമാനകരമായ വാക്ക് യൂസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റെന്ന് പറഞ്ഞ ഒരു അവതാരിക. ഇങ്ങനെയുള്ള സംസ്കാരം വളർത്തുന്നവരെ നമുക്ക് മുഖത്ത് കാരിത്തുപ്പണം. അതിപ്പോൾ നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ തന്നെ ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു കണ്ടന്റ്. ഓക്കെ, അപ്പം മൂപ്പര് പറഞ്ഞ കണ്ടന്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? അവതാരികയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുഖത്ത് കാറി തുപ്പും, നിങ്ങളെല്ലാവരും സംഭവിച്ചാൽ ഞാൻ തന്നെ ആ പ്രവൃത്തി കാറി തുപ്പിക്കൊണ്ട്. ഇതാണ് സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇവിടെ നിയമവും കോടതിയും കേസുമായിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടല്ലോ. ഓൾറെഡി റിട്ടയർഡ് ആർമിക്കാരനാണ് നിങ്ങൾക്ക് എന്ത് ആ ഒരു കേസോ കാര്യങ്ങളോ അവിടെ പോയി കൊടുത്താൽ പോരെ? ഏഷ്യാനെറ്റിൽ ഒരു അവതാരിക അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ദൈവങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ദൈവങ്ങളെ പറഞ്ഞതിന് മോശമായിട്ട് അവരെന്ത് ചെയ്തു, അവരെന്തെങ്കിലും പറഞ്ഞതാണെങ്കിൽ കേസ് എടുക്കണതിന്. അന്ന് ആ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇപ്പോൾ പഴയ ന്യൂസുകളിലൂടെ പോകുമ്പോൾ ഈ ന്യൂസ് റീഡർ ഓക്കെ അവർ ഏഷ്യാനെറ്റിൽ എന്തോ ചീഫാണ് എന്താണെങ്കിലും അവർക്കെതിരെ മറ്റേ ഭീഷണി, വധഭീഷണി അങ്ങനത്തെ ഒക്കെ സെറ്റപ്പുകൾ അന്ന് RSSും BJP അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അത് കൈൻഡ് ഓഫ് എന്താ പറയുക കലാപം തന്നെ. കലാപം മീൻസ് കലാപം മാത്രമല്ല ഒരാളെ വ്യക്തിപരമായി ത്രട്ടൻ ആ ഒരു സാധനം അവരതൊന്ന് കുറേ വീഡിയോ ആയിട്ട് ഏഷ്യാനെറ്റിൽ തന്നെ പോസ്റ്റും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വരുന്ന ത്രട്ടനിങ് കോളും കാര്യങ്ങളും അതിന് ഫ്യൂവൽ ചെയ്യുന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ചെകുത്താനെതിരെ കലാപാഹ്വാനം എന്ന് പറയുമ്പോൾ അന്ന് മേജർ രവി ചെയ്തത് എന്താ? അന്നത്തെ മേജർ രവിന്റെ ആ ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ വെക്കാട്ടാ. ദുർഗാദേവിയെ വേശ്യയെന്ന് വിളിച്ചപ്പം അത് ഒരു വിഷ്വൽ മീഡിയയിൽ ഇരുന്നുകൊണ്ടാണ് ഒരു സ്ത്രീ പറയുന്നത്. അതിനെനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവരുടെയും വർഗം അത് തന്നെയായിരിക്കും ഈ പറയുന്ന സ്ത്രീയും. അല്ലെങ്കിൽ ഒരിക്കലും സ്വന്തം അമ്മയെ വേശ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചതുപോലെ പറയാൻ സാധിക്കുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ദൈവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇരുന്ന് പറയുന്ന സമയത്ത് അതിന് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ തന്റെ സ്വന്തം സംസ്കാരം അതുപോലെയാണെങ്കിൽ എനിക്ക് എന്റെ അമ്മ വേശ്യയാണെന്ന് പറഞ്ഞാലും എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ആ സ്ത്രീ പറഞ്ഞത്. വേറൊന്നും എനിക്ക് പറയാനില്ല അതിനെ കുറിച്ച്. ഒരമ്മയെ കുറിച്ചോ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തിനെ കുറിച്ചോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പറയാനുള്ള പ്രതികരിക്കാനുള്ള ശക്തി ഇല്ലാതായി പോയല്ലോ എന്ന് കാണുമ്പോഴാണ് നമുക്ക് വിഷമം തോന്നുന്നത്. ഇതുപോലെ പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് സത്യം പറഞ്ഞ് ഞാൻ ആ സ്ത്രീയുടെ മുഖത്ത് ഞാൻ കാലിത്തുന്നു. വേറെ ഒന്നും ഞാൻ പറയാനില്ല. മേജർ രവി എന്ന വ്യക്തിക്ക് പെർമിഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഇത്രയും ഞാൻ ചെയ്യുന്നു. എങ്ങനെ ഇരിക്കണേ? മൂപ്പര് സംസ്കാരം പഠിപ്പിക്കേണ്ട വേദിയിൽ വെച്ചിട്ട് കുട്ടികളെയും നാട്ടുകാരെയും സംസ്കാരം പഠിപ്പിച്ചതാണ് ഇപ്പത്. ഇത് ഈ കാറിത്തുപ്പും എന്തുവാടെ ഇതൊക്കെ. ഇനിയും കേട്ടോ, ഇതിനകത്ത് പേരില്ല, ചാനലിൻ്റെ പേരില്ല, ഒന്നുമില്ല. ഇത് സംസ്കാരത്തിനെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംസ്കാരത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും അല്ലെങ്കിൽ എൻ്റെ ഹിന്ദു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് ദുർഗാദേവി എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു ദൈവമാണത്. അവരെ കയറി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ അമ്മയെ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനുള്ള പ്രതികാരം ഞാൻ അപ്പം കൊടുത്തു. അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേട്ടി വരുന്നതെന്ന് വെച്ചാൽ മേജർ രവിനെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും വരുന്ന സമയത്ത് എൻ്റെയും കൂടെ കിടക്കട്ടെ കുറച്ച് നാളികേരപ്പൂള് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം വരുന്നു. അതതിൻ്റെ രീതിയിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് കോടതി അത് സെറ്റ് അസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് പിന്നെയും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് ഇവരത് പുറത്തിട്ടിട്ട് പിന്നെയും തുടങ്ങും. പക്ഷേ കേസ് എവിടെയെങ്കിലും എത്തുമല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഞാനൊരാളുടെ പേര് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് എന്തും പറയാം എവിടെ ഇരുന്നിട്ട്, അതിന് ഞാൻ പ്രതികരിക്കും. അത് ഇന്നല്ല നാളെ ഇതുപോലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് നിങ്ങൾ തോന്നിയ വശം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. അതിന് ഞാനൊരു ഹിന്ദു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല. ഇപ്പം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട്, ഒരു മുസ്ലിമാണ്. അപ്പോൾ അവനത് ഹർട്ടാവുമെങ്കിൽ അവൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഇതാണ് എൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത്.
അപ്പം അതിനെക്കൂടെ ആ കേസ് ഒന്ന് ഞാൻ പറയാം, ഇനിയും ഇതുപോലുള്ള പ്രസ്താവനകൾ ഇറങ്ങിയാൽ മേജറുടെ പ്രതികരണം ഇതൊക്കെ തന്നെയായിരിക്കും. അതിൽ വ്യത്യാസമൊന്നുമില്ല. കാരണം പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ഇനി ഇതിങ്ങനെ ചെയ്യരുത്. ഇതാരും ചെയ്യാത്തിടത്തോളം കാലം ഓരോരോ സമുദായത്തിന് മേളിൽ കയറിയിട്ട് കുതിരകളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒന്ന് അതെല്ലാം മാറ്റി നിർത്തിക്കൊള്ളു. ഞാനിന്നിപ്പം BJPയുടെ വൈസ് പ്രസിഡൻറ്റ്, ഇതൊന്നും അന്നൊന്നും അല്ലായിരുന്നു. അന്നൊരു സാധാരണക്കാരനായിരുന്നു. അപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. സോ അതെൻ്റെ സ്വഭാവം. ഇനിയും പ്രതികരിക്കും. പ്രതികരിച്ചതിൻ്റെ രീതി, സംസ്കാരം, ഇപ്പം ചെകുത്താനെതിരെ കേസ് വന്നതാണെന്നുണ്ടെങ്കിലും ചെകുത്താൻ്റെ സംസാര രീതി, വേ ഓഫ് പ്രസൻറ്റേഷൻ, ഉപയോഗിക്കുന്ന വാക്കുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെകുത്താനെതിരെ കേസും കൂട്ടം കാര്യങ്ങളായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ക്ലിപ്പിൽ എന്താ ഉണ്ടായത്, ആ ഒരു ആങ്കർ സംസാരിച്ചതിൽ അല്ലെങ്കിൽ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മേജർ രവി ഇത്രയും മേജർ രവി സ്വയം പറയുന്നത് എന്താ, ഐ മീൻ ആർമി മാൻ, ഞാൻ കുറേ സെറ്റിൽഡായി ഭയങ്കര എന്താ പറയുക ബുദ്ധിപരമായി ചിന്തിച്ച് ഭയങ്കര സൊസൈറ്റിയിൽ തന്നെ ഭയങ്കര ഒരു മാതൃകയായിട്ട് പോകുന്നൊരു മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ കേസായിട്ടാണ് കൊടുക്കേണ്ടത്. അല്ല വേറൊരു വേദിയിൽ നിന്ന് ഞാൻ പേര് പറഞ്ഞില്ല, ഞാൻ ആളെ പറഞ്ഞില്ല, ഞാൻ ചാനൽ പറഞ്ഞില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ ഓൾമോസ്റ്റ് ഇത് ആക്സെപ്റ്റ് ചെയ്തിട്ടൊരു അപ്പോളജി കൈൻഡ് ഓഫ് സാധനം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടാസിൻ്റെ ഷോയിൽ പണ്ട്. അത് ചിലപ്പോൾ മറന്നുപോയതായിരിക്കാം മേജർ രവി. അതിൻ്റെ ക്ലിപ്പും ഞാനിവിടെ വയ്ക്കാം. ഒരു ടെലിവിഷൻ ഷോയിലെ ഒരു മുഖ്യധാര ചർച്ചയോട് ഈ രീതിയിലാണോ ഒരു കലാകാരൻ പ്രതികരിക്കേണ്ടത്? യെസ്, ആ കലാകാരൻ എന്നുള്ള സ്ഥലത്താണ്, അവിടെയാണ് സ്വന്തം ഒരു വികാരത്തിനെ ഒരു പക്ഷേ ഇപ്പം ഇതുപോലെ ആ സഹോദരൻ എന്നോട് വളരെ റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചില്ല. ഇത് റെസ്പെക്റ്റ് ഇല്ലാത്ത കുറേ ട്രോളുകളും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം വന്നിട്ടുണ്ട്, അതെല്ലാം വിട്ടേക്കും. പക്ഷേ ഈ സംസാരിച്ചതിനകത്ത് അവരെന്നിൽ നിന്ന് ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് കൂടെ ഒരു തിരിച്ചറിവായിട്ടാണ്. ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചത്, മേജർ താങ്കൾ അതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്? റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വൈ ഡിഡ് ഐ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദിസ് തിങ് എന്നുള്ളൊരു തോന്നൽ എനിക്ക്, വെറും അനാവശ്യമായ ഒരു വിവാദത്തിൽ താങ്കൾ ചെന്നപ്പെട്ടു എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നടത്തിയ തുപ്പല് തിരിച്ചെടുക്കാൻ പറ്റുമോ? അത് എടുക്കാൻ പറ്റില്ലല്ലോ, പറ്റില്ല. കാർക്കിച്ച തുപ്പലാണെന്നുള്ള പറയുന്നു. അത് നമ്മൾ ചില വികാരങ്ങളിലുള്ള സമയത്ത് അത് പറയുന്നത് ശരി തന്നെയാണ്. അത്തരത്തിലുള്ള വികാരപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം താങ്കളുടെ മനസ്സിൽ വരുന്നത് ഗുണകരമല്ല എന്ന് താങ്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നു? ഞാനത് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ തിരിച്ചറിയുന്നതാണ് അവന്റെ മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരുപാധികം ഇപ്പോൾ ആർക്കെതിരെ പറഞ്ഞോ അവരോട് താങ്കൾ മാപ്പ് ചോദിക്കാൻ? ഞാൻ മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ പേഴ്സണലായിട്ട് കുന്നംകുളം മാപ്പൊന്നും എടുത്ത് കാണിക്കുന്നത് അതല്ല, ഇല്ല ബ്രിട്ടാസ്. കാരണം ഞാൻ പറയുന്നു, മാപ്പ് ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നത് ഞാൻ ഖേദമുണ്ട്. കാരണം ഇത്രയും ആളുകൾ എന്നിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കാതെയാണെന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തു. ഒന്ന്, ഒരു ഖേദമെന്നുള്ള ഒരു മിതപരമായിട്ടുള്ള ഒരു റിഗ്രറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കുറ്റബോധത്തിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് താങ്കളെ പോലെ ഇരുത്തം വന്ന ഒരു പട്ടാളക്കാരന് എനിക്ക് തെറ്റുപറ്റി മാപ്പ് ചോദിക്കുന്നു എന്ന് പറയാനെന്ന മടി അവിടെ എന്തെങ്കിലും വലിച്ചു മുറുകലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ? ഇല്ല, മാപ്പ് ഞാൻ ചോദിക്കാം. ഓക്കെ, ആ മാപ്പ് ചോദിക്കണമെങ്കിൽ എൻ്റെ വായിൽ നിന്ന് ആ കുട്ടിയുടെ പേരവിടെ അന്നത്തെ ദിവസം ഒരു സെക്കൻഡ്, നമ്മളിപ്പോ ഇത് ഒരു പക്ഷെ താങ്കൾക്കെതിരെ ഒരു കേസോ അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ വിചാരണയോ നടക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ ജനകീയ കോടതിയിൽ നടക്കുന്ന സംസാരവും ഡിബേറ്റും മാത്രമാണ്. അവിടെ താങ്കൾക്ക് നിന്ന് പിഴയ്ക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം, ഞാൻ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയാം. പക്ഷെ അതൊക്കെ വിട്, അതൊക്കെ ഇത്രയും പബ്ലിക്കിന്റെ റിയാക്ഷൻ എല്ലാം കണ്ട സമയത്ത് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്, എൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഐ റിഗ്രറ്റ് പറയാം. ബിക്കോസ് ജനങ്ങളെ മാനിച്ചു എൻ്റെ വികാരത്തിന് ഞാൻ കൺട്രോൾ ചെയ്യാം. ഒരു കൈ കാരണം വെച്ചാല് കലാകാരന് അപ്പുറത്ത് നിങ്ങളൊരു ചിട്ടയായ ഒരു പട്ടാളക്കാരനാണ്. ഓക്കെ, മേജർ രവിയൻ ആസ് എ പേഴ്സൺ ആ ഒരു രീതിയിൽ സംസാരിച്ചത് മോശമാണ് എന്നും അങ്ങനെ ഒരു രീതിയിലായിരുന്നില്ല ഞാൻ റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നും പബ്ലിക്കിൽ എനിക്കുള്ള ഒരു ഇമേജ് അല്ല ഞാൻ എന്താ പറയുക അവിടെ ചെന്ന് പോർട്രേറ്റ് ചെയ്ത ആ ഒരു സംസാരത്തിലൂടെ. സോ പബ്ലിക് എന്നിൽ നിന്ന് മച്ച് ബെറ്റർ ആണ് ഡിമാൻഡ് ചെയ്യുന്നത്, അവരെ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അന്ന് കൈയടിച്ച് ബ്രിട്ടാസ് കൈയും കൊടുത്ത് മൂപ്പർ അപ്പോളജി കൈൻഡ് ഓഫ് സാധനമൊക്കെ പറഞ്ഞ് മാറിയതാണ്. ഇപ്പം പിന്നെ മൂപ്പർ വീണ്ടും വരുമ്പോഴത്തേക്ക് ആ കേസും ഇതൊക്കെ ആകുമ്പോൾ അതിലൊരു പ്രൊവോക്കേഷൻ ആയിരിക്കാം ഇനി ആര് പറഞ്ഞാലും ഞാൻ അന്ന് പറഞ്ഞ അതേ രീതിയിൽ പ്രതികരിക്കുന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും ഇനി കമ്മിങ് ടു ദിസ് കേസ്, ഈ കേസിലേക്ക് തന്നെ വരാം. മൂപ്പർക്കെതിരെയുള്ള കേസ് തണ്ടർഫോഴ്സിന് ഞാൻ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കും അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ചേട്ടൻ്റെ പേര് ഡയറക്ടർ ബോർഡിൽ വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാതെ. പക്ഷേ ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഇവൻ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്.
അപ്പം നമ്മൾ പരിചയപ്പെടുന്നവനെ ലെഫ്റ്റനൻറ്റ് കമാൻഡർ എന്നുള്ളതിൻ്റെ ഒരു നേവിക്കാരൻ എന്നുള്ളതിലാണ്. പിന്നീട് പല സ്ഥലങ്ങളിലും ഇവൻ്റെ ഇംഗ്ലീഷും അതുപോലെ ഭക്ഷണം കഴിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈസ് നോട്ട് ആൻ ഓഫീസർ. ഓഫീസർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട്. ഇതാ ചോറ് കഴിക്കുന്നതെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ടേബിൾ മാനേഴ്സും ഇല്ലാത്തൊരു വ്യക്തി. ഇംഗ്ലീഷ് ABCD അറിയില്ല. ഒരു ഓഫീസർ, നേവൽ ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഗോട്ട് എ ഡിഗ്നിഫൈഡ് ലാംഗ്വേജ്, ഹീൽ ബി ബിഹേവിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെ എൻ്റെ സംശയങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്വേഷണം തുടങ്ങി. അപ്പം ആദ്യം എൻ്റെ നോട്ടീസ്, ഞാൻ കുറേ ദിവസം ഫോട്ടോ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഇരിക്കുന്നത് നേവി ഓഫീസറുടെ യൂണിഫോമിൽ, ലെഫ്റ്റനൻറ്റ് കമാൻഡർ യൂണിഫോമിൽ. ഇവൻ്റെ പേരാണ് ലെഫ്റ്റനൻറ്റ് കമാൻഡർ അല്ല, ഇവൻ അനിൽകുമാർ നായർ എന്നാണ് ഇവൻ്റെ പേര്. പക്ഷെ അവൻ വെച്ചിരിക്കുന്നത് ലെഫ്റ്റനൻറ്റ് കമാൻഡർ എന്നുള്ളതാണ്. അങ്ങനെ 2-3 കൊല്ലത്ത് ഞാൻ എപ്പോഴും അവിടെ പോകുന്നില്ല. നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ഓർക്കില്ല. പെട്ടെന്ന് ഫോട്ടോ നോക്കിയപ്പോഴാണ് ഞാൻ പറഞ്ഞത് വാട്ട് ഈസ് ദിസ് മാൻ. കണ്ടു കഴിഞ്ഞാൽ നേവൽ യൂണിഫോമാണ്. പക്ഷേ നേവി യൂണിഫോമിൻ്റെ അകത്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദർ ഈസ് സർട്ടൻ തിങ്സ്. 2 പോക്കറ്റ്, അതിനൊരു ഫ്ലാപ്പ്, അല്ലെങ്കിൽ ആർമിക്കാരുടെ തന്നെ ഉണ്ടായിരിക്കും. ഇവിടെ ലൈനാഡ് കാണും, ഫ്ലാപ്പ്, ഇതൊക്കെ അതിൻ്റെ ഡെക്കോറാണ്. ഇതിനകത്ത് ഈ പോക്കറ്റിൻ്റെ റൈറ്റ് പോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പെന്നിടാനുള്ളൊരു കോളം കിടക്കുന്നത്. ഈ വല്ല നമ്മുടെ ഓവറോൾ ടാങ്ക് ഇട്ട് നേവൽ ഷിപ്പ് യാർഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊരിക്കലും നേവൽ യൂണിഫോമിലോ ആർമി യൂണിഫോമിലോ വെക്കാൻ പാടില്ല. ഒരു പെന്ന് വയ്ക്കുന്നൊരു കോളം അതിനകത്ത്. ഇത് കണ്ടപ്പോൾ സംശയം. പെട്ടെന്ന് ഞാൻ റൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ ഇവൻ്റെ മെഡലുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ 7 വർഷം സർവീസ് പോന്നു. പക്ഷേ ആ മെഡലിനകത്ത് 9 ഇയർ മെഡൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു 9 ഇയർ ഇവിടെ കിടക്കുന്നു. പിന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ എൻ്റെ മുകളിൽ വിങ്ങുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പാരാ വിങ്സ് ആയിരിക്കും. പിന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതെന്താണ്, അത് ഫ്ലയറിൻ്റെ വിങ്ങാണ്. വിമാനം പറപ്പിക്കുന്ന ആളുടെ വിങ്ങാണത്. ഇത് ഇവൻ്റെ അടുത്ത് കിടക്കുന്നു. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് നേവി ഇൻ്റലിജൻസിൽ ഞാൻ ചോദിച്ചു, ഇന്ന ടൈമിൽ ഏതെങ്കിലും ഒരു അനിൽകുമാർ എന്നുള്ള പേരിൽ ഏതെങ്കിലും ഓഫീസറുണ്ടോ എന്നെ ഫോട്ടോ. അവരെനിക്ക് മറുപടി വെച്ചു ഇല്ല. ഇതൊക്കെ അവധിക്ക് 4-5 വർഷമാണ് പോയി. കാരണം ഇതിൻ്റെ പിറകിലല്ല നമ്മൾ. ഓക്കെ, അപ്പോൾ മേജർ രവി തണ്ടർ ഫോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയതുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ അങ്ങേരെയും എന്താണ് ആ കേസിലൊരു ഭാഗമായിട്ട് പേര് വരും. ഇതിന് ഞാൻ മാത്രമൊന്നുമല്ല മാനേജിങ് ഡയറക്ടറും കാര്യങ്ങളും ഉള്ളത്, വേറെയും കുറേ പേരുണ്ട്. പക്ഷേ എൻ്റെ പേര്, ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് എന്താണെങ്കിലും അത് മേജർ രവിയുടെ സ്ഥാപനം. ഈ ഒരു സ്ഥാപനം മേജർ രവിയെ വെച്ച് തന്നെ പ്രൊമോഷനും ലൈക്ക് എന്താ പറയുക, ആളുകളെ ഇപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ എയർപോർട്ടിലാണെങ്കിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റീസിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മേജർ രവിയെ മുന്നിൽ കാണിച്ച് മേജർ രവിയുടെ സ്ഥാപനത്തിൽ നിന്നൊരാൾ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരാൾ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ സാധനം പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മേജർ രവി ആ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടറായിട്ട് ഇപ്പോൾ എന്നെയൊക്കെ ഒരാൾ വന്നിട്ട് ഞാൻ നിന്നെ എൻ്റെ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആക്കുന്നു എന്ന് പറയുന്നു. ഒരു റാൻഡം പേഴ്സൺ ഓക്കെ, എൻ്റെ ഫ്രണ്ട് പോലും ഇല്ല. ഇവൻ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, 100 വട്ടം ആലോചിക്കും ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കെന്ത് ലാഭം, ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ആരാണ് ഇവിടെ, എന്താണ് എൻ്റെ റോള്, എനിക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കൊടുക്കാനുണ്ടോ. നമ്മൾ കുറേ കാര്യം ചിന്തിക്കില്ല, ചുമ്മാ കയറിപ്പെടാം. മേജർ രവിയെ പോലുള്ള ഒരാൾ 100 വട്ടം ചിന്തിക്കണ്ടേ, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും 100 വട്ടം ചിന്തിക്കുമ്പോൾ ഇത് 100 വട്ടം ചിന്തിക്കണ്ടേ. അതായത് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ നാളെ വാട്ട്സ് എ ഫ്യൂച്ചർ, എൻ്റെ റോൾ ഇവിടെ എന്താ, എൻ്റെ പേര് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ സ്ഥാപനം നാളെ നടക്കാം. അവന് ചുമ്മാ ഒരാൾ വന്നിട്ട് മേജർ രവീനെ പിടിച്ച് ഞാൻ ഈ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ നിങ്ങളാക്കാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവിടെ നിന്ന് കൊടുക്കൂ. പിന്നെ ഈ ആൾ പക്ക ഫ്രോഡാണ്. ആർമി അറ്റയർ അല്ലെങ്കിൽ ആർമിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഫേക്ക് അടിക്കുന്ന ഒരാളാണെന്നുള്ളത് നമ്മളെ മേജർ രവിക്ക് മനസ്സിലായി. പബ്ലിക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്, ആർമിയോട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് അകത്തുള്ള പണിയല്ലേ നോക്കണ്ടേ മേജർ രവി, അതല്ലേ നോക്കേണ്ടത്. ഇവൻ്റെ മറ്റേ ബാഡ്ജ് ശരിയല്ല, ഇവൻ ഉടായ്പാണ്, ഇവൻ ഈ പറഞ്ഞൊരു ആർമിയായിട്ടൊരു ബന്ധമില്ല, നേവി ആയിട്ടൊരു ബന്ധമില്ല എന്നൊക്കെ കാണാനാണെന്നുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് അകത്തുള്ള വഴി നോക്കണ്ടേ ആ സമയത്ത്, അതല്ലേ ചെയ്യണ്ടേ. പക്ക ഫ്രോഡാണ് ഒരുത്തം മുന്നിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവനായിട്ടൊരു ബന്ധമില്ല, അവൻ്റെ സ്ഥാപനത്തിനായിട്ടൊരു ബന്ധമില്ല. ഞാനിത് ആർമിയെ നേവിയെ അറിയിച്ചിട്ട് ഞാൻ ഇവനെ പോലീസിൽ അറിയിച്ച് ഇവനെ പക്ക ഫ്രോഡിനെ പൊക്കിക്കുന്നല്ലേ പറയണ്ടേ. നമ്മളൊക്കെ ആണെങ്കിൽ അതാണ് പറഞ്ഞിട്ട് പോവുക, ബാക്കിയും കൂടി കാണാം. പിന്നെ ഇവൻ പല സ്ഥലത്തും ഞാൻ ഈ ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ടൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ പേര് വെച്ചിട്ട് എത്രയോ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പം ഈവൻ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ 100-200 സെക്യൂരിറ്റിക്കാരെല്ലാം ഈ തണ്ടർ ഫോഴ്സാണ് കൊടുത്തിരുന്നത്.
അവിടെ എന്നോട് AC നായർ സാർ പറഞ്ഞത്, അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്, രവിയുടെ ഒരൊറ്റ പേരുകൊണ്ടാണ് ഞങ്ങളിത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവൻ പേയ്മെൻ്റ് അടക്കം ഇത് ചെയ്തിട്ട് AC നായർക്കറിയാം ഞാൻ കടം വാങ്ങിച്ചിട്ട്, എൻ്റെ ഫ്രണ്ട്സുണ്ട്, അവരുടെ അടുത്ത് നിന്ന് രായ്ക്ക് രാമായണം കടം വാങ്ങിച്ച് 50 ലക്ഷത്തോളം വാങ്ങിച്ചിട്ട് ഇവരുടെ ESI PF കെട്ടിയിട്ടൊക്കെയാണ് ഞാൻ പണം റിലീസ് ചെയ്യും. ഈ പൈസ പോലും ഇവൻ തിരിച്ചു തരില്ല. അങ്ങനെ പല സമയം അങ്ങനെ ഒരു പ്രാവശ്യം 50 ലക്ഷം കൊടുത്തിട്ട് അത് പിന്നെ ഒരുവിധം കിട്ടി. രണ്ടാമത്തെ പ്രാവശ്യം ഇവൻ തിരിച്ചു തരില്ല. ഞാൻ വല്ലവരുടെ അടുത്ത് വാങ്ങിച്ചിരിക്കുന്നതാണ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത്, എന്നോടുള്ള വിശ്വാസം കൊണ്ട് എനിക്കത് തിരിച്ചു കൊടുക്കണ്ടേ. ഈ സമയത്താണ് ഒരു പ്രാവശ്യം ഷൗട്ട് ചെയ്തപ്പം ഒരു 20 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലിട്ടു, എനിക്ക് തരാനുള്ള പൈസ. അത് ആരോ 2 ലക്ഷം ആയിട്ട് 10 ചെക്കുണ്ട് ഒരു ദിവസം ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞു ഓക്കെ 20 വന്നല്ലോ. ഇത് പിന്നെ അറിയുന്ന ഏതൊരു ഗുണ്ട, അംജത്തെന്നും പറഞ്ഞിട്ട് ആലുവയിലുള്ളൊരു ഗുണ്ട, പിടികിട്ടാപ്പുള്ളിയാണ് അവൻ, 8 കേസിൽ. അവനിപ്പോൾ ആലപ്പുഴ പോലീസ് ഓൾറെഡി ചേസ് ചെയ്തവനെ കിട്ടുന്നില്ല. അപ്പം ഇവൻ്റെ ഡ്രൈവറുടെ അക്കൗണ്ടിൽ നിന്നാണ് എനിക്കിത് വന്നിരിക്കുന്നത്. അപ്പം അവൻ്റെ അടുത്ത് ഈ അനിൽകുമാർ എന്ന് പറഞ്ഞ ഫ്രോഡ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നിന്നെ ഡയറക്ടർ ബോർഡിൽ ഡയറക്ടറാക്കാം, അതിന് ഇവൻ കാശ് വാങ്ങിച്ചിട്ട് എന്തോ അവൻ പറയുന്നു 1 കോടി സംതിങ് വാങ്ങിച്ചിട്ടുണ്ട്, 1.70 മറ്റേ. പിന്നീട് അവൻ കൊണ്ട് കേസ് കൊടുക്കുകയാണ്. പക്ഷെ അവന് ഡയറക്ടർ കേസ് കൊടുക്കാൻ പറ്റില്ല, അവൻ ഓൾറെഡി പിടികിട്ടാപ്പുള്ളിയാണ്. അപ്പോൾ അവൻ ഇവൻ്റെ ഡ്രൈവറിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. അങ്ങനെ അതിൽ എൻ്റെ പേരുണ്ട്, ഡയറക്ടർ എന്ന് പറഞ്ഞു. ഇതിന് മുന്നേ തന്നെ ഞാൻ ഡയറക്ടർ ബോർഡിൽ നിന്ന് എൻ്റെ പേര് എടുത്തു കളയാൻ വേണ്ടിയിട്ട്, ഞാൻ ഇവൻ്റെ ഈ മാൽ പ്രാക്ടീസ് കണ്ടപ്പോൾ മനസ്സിലായി, എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് അഡ്വക്കേറ്റ് സ്മിതയോട് പറഞ്ഞിട്ട് നോട്ടീസ് ഞങ്ങൾ അയച്ചിട്ടുണ്ട്, അതിൻ്റെ കോപ്പിയിൽ നിന്നെല്ലാം. അത് 2-3 വർഷം മുന്നേ. അതിനൊന്നും ഒരു റിയാക്ഷനില്ല. ഓക്കെ, ആസ് ലോങ് ആസ് തിങ്സ് ആർ ഗോയിങ്, ബട്ട് ഐ നെവർ ന്യൂ ദാറ്റ് ഹി ഈസ് ഗോയിങ് ടു ചീറ്റ് ദ കംപ്ലീറ്റ് പബ്ലിക് എന്നുള്ളത്. അതിൻ്റെ കേസ് നിങ്ങളെല്ലാവരും ആഘോഷിച്ചു. ഒക്കെ ഞാൻ മറുനാട്ടിനല്ല പറയുന്നത്, ഈ മീഡിയ എന്ന് പറഞ്ഞിട്ട് പേപ്പറിലടക്കം എൻ്റെ ഫോട്ടോ അടിച്ചിട്ട് മുകളിൽ കണ്ടു കഴിഞ്ഞാൽ മേജർ രവി 1.7 crores ചീറ്റിംഗ് കേസിൽ പ്രതി. താഴത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് MD മാനേജിങ് ഡയറക്ടർ, അവൻ എന്തോ പറയാം, അപ്പന് തന്നെ CMD ചീഫ് മാനേജിങ് ഡയറക്ടർ. ഇത്രയും വലിയ പെരുങ്കള്ളൻ്റെ സ്ഥാപനത്തിൽ നിങ്ങൾ ചീഫ് മാനേജിങ് ഡയറക്ടറായിട്ട് നിങ്ങളെ വെക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് മാനേജിങ് ഡയറക്ടറായിട്ട് ഒരാളെ നിയമിക്കുക, ഓക്കെ, അവിടെ കുറേ പേപ്പറും സാധനങ്ങളും എഗ്രിമെൻറ്റും ബോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഇതിൻ്റെ ഒരു ഡൗട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ CMD ആയിട്ട് ഒരാളെ നിയമിക്കുമ്പോൾ, ഇനി MD ആയിട്ട് ഒരാളെ പറയുമ്പോൾ, ആ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ ഈ വ്യക്തിയുടെ ഇവർ നിയമിച്ച് ചുമ്മാ ഒരാളെ പിടിച്ചിട്ട് ഞാൻ ഇയാളെ കൊണ്ടുവന്ന് നിർത്തുന്നു. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ ജിത്തുബായിനെ കൊണ്ടു നിർത്തിയിട്ട് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ MD ജിത്തുബായി എന്ന് പറഞ്ഞാൽ അത് വെറും വായിൽ മാത്രമാണ് അത് വർത്താനം. നാളെ ആ സ്ഥാപനത്തിനൊരു കേസ് വരുമ്പോൾ ജിത്തുബായിനെ ആരെങ്കിലും പിടിച്ചിട്ട് ജിത്തുബായിക്കെതിരെയും കേസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ടെക്നിക്കലി അവിടെ ഈ സ്ഥാപനത്തിൻ്റെ CMD MD എന്തോ സംഗതിയാന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക പേപ്പറിലെങ്കിലും ഈ പറഞ്ഞ മേജർ രവി അതിന് എഗ്രിമെൻറ്റോ സാധനങ്ങളോ വെച്ചിട്ടുണ്ടാവും എന്നുള്ള വട്ടം 100% ഉറപ്പാണ്. കാരണം അങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെതായിട്ട് നിൽക്കുന്ന സമയത്ത് ആ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ അതിന് MDമാരുടെ ലിസ്റ്റിലും ഈ മേജർ രവി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മേജർ രവി ആ സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അപ്പോൾ ഇത്രയും ചീറ്റ് ചെയ്യുന്ന, ഇത്രയും കള്ളനായ, ഇത്രയും ചീറ്റിംഗ് കേസുള്ള, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള, ക്രിമിനൽസിനായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള സ്ഥാപനത്തിനായിട്ടുള്ള ഒരു ടൈപ്പ് നിങ്ങൾക്ക് എന്നോ ഒഴിവാക്കി കളയായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് ഒഴിവാക്കി കളയായിരുന്നു. ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്കൊരു പബ്ലിക്കായിട്ട്, നിങ്ങൾ പബ്ലിക് ഫിഗറാണ്, നിങ്ങൾ സെലിബ്രിറ്റി, നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഫൈലിൽ വന്നൊരു ലൈവ് ഇട്ടിട്ട് നിങ്ങൾക്ക് പറയാം ഇന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ CMD ആയിട്ട് വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ഇവൻ ഒരു കള്ളനാണ്, ഞാൻ അതിൻ്റെ ഭാഗമല്ല ഇനി മുതൽ, നോട്ട് എനിമോർ. ആരും ഇനി ഈ സ്ഥാപനത്തിനായിട്ട് എന്ത് ചെയ്യരുത്, ഒരു രീതിയിലും കോപ്പറേറ്റ് ചെയ്യരുത്. എൻ്റെ ഫേസ് വെച്ചിട്ട് അവൻ മാർക്കറ്റ് ചെയ്യണം, അവൻ കള്ളനാണോ, നാട്ടുകാരെ പറ്റിക്കുക എന്നുള്ളതല്ലേ പറയേണ്ട നാട്ടുകാരോട്, അല്ലേ? അങ്ങനെയും പറയാമല്ലോ. ടെക്നിക്കലി എൻ്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞ ഒരു വക്കീലിൻ്റെ അടുത്ത് പോയി അതിൻ്റെ പേപ്പർ വർക്കും കാര്യമൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റിങ്ങിലും എഴുതിയിടാം റിട്ടേൺ ആയിട്ട്. അപ്പോൾ ഈ സ്ഥാപനം ഇത്രയും കള്ളനും കൊള്ളക്കാരും നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങളെ ഫേസ് വെച്ചിട്ട്, നിങ്ങളെ അവിടുത്തെ CMD MD ആക്കി വെച്ചിട്ട് അവർക്കെതിരെ കേസ് വരുമ്പോൾ ഓബിയസ്ലി നിങ്ങളെ പേര് വരില്ലേ? പേര് വരാതിരിക്കൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഒരു സ്ഥാപനത്തിൻ്റെ MD അല്ലെങ്കിൽ CMD ആയിട്ട് ഒരാളെ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ, സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ അയാൾക്കെതിരെയും വരും. അത് പിന്നെ പത്രമാധ്യമങ്ങളും ചാനലുകാരും എടുത്തിട്ട് കൊടുക്കുമ്പോൾ അതിലെന്താ അത്ര വലിയ പ്രശ്നമുള്ളത്? അവർ നോക്കുന്ന സമയത്ത് യു ആർ CMD ഓർ MD. ഇവനാണ് ഈ സംഭവത്തിനൊക്കെ കൂടെ നിൽക്കുന്നത്, നിങ്ങളുടെ അഡ്വൈസും. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ കേസിൻ്റെ അതിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഇരിങ്ങാലക്കുടിയും ഇതൊന്നും ഞാനറിയില്ല. നിങ്ങൾ ആ FIR കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് ഇവൻ കൊടുത്തിരിക്കുന്ന, ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റ്, ഈ അനിൽകുമാറും ഈ ബാങ്കെന്നല്ലാതെ ഒരു പലിശക്കാരൻ,
ആ പലിശക്കാരൻ വേറൊരുത്തിന് പലിശയ്ക്ക് കൊടുത്തു. ആ പലിശയ്ക്ക് കൊടുത്തവനാരാണ്? ഈ പലിശയ്ക്ക് കൊടുക്കുന്നവൻ്റെ വലിയ മുത്തച്ഛനാണ് കള്ളത്തരത്തിൽ. അതാണ് ഈ ലഫ്റ്റനന്റ് കമാൻഡർ അനിൽകുമാർ എന്ന് പറയുന്നത്. സോ കോൾഡ് ലഫ്റ്റനന്റ് കമാൻഡർ അല്ല, ഈസ് എ ഫ്രോഡ് അനിൽകുമാർ നായർ എന്ന് പറയുന്നവൻ ഇവരിൽ നിന്ന് 12.5 ലക്ഷം രൂപ കടം വാങ്ങിച്ചതാണ് പലിശയ്ക്ക്. ഇവൻ പലിശയ്ക്ക് കൊടുത്താണ്. ഇപ്പോൾ അവർ പറയുന്നത് സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 12, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? സെക്യൂരിറ്റി കൊടുക്കാമെന്ന് പറഞ്ഞ് 12 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞിട്ട് പൈസ കിട്ടുന്നില്ല. എന്നിട്ട് ആ സ്ഥലത്താണ് ഇവർ കൊടുത്തത്. അപ്പോൾ ഇവൻ ഈ ബാങ്ക് എന്ന് പറയുന്നവൻ കൊടുത്തിരിക്കുന്ന പലിശയ്ക്കാണ്. അവൻ്റെ ഇനിയിപ്പം ഞാൻ എടുക്കും ജനം കുണ്ടിൽ എന്താണെന്നുള്ളത്. ഇപ്പം അവൻ കളിച്ചിരിക്കുന്ന മേജർ റിവ്യൂടാണ്. ഞാൻ വളരെ സമാനത്തിൽ സാധ്യമായിട്ട് പോകാം. ഞാൻ അവനെ വിടില്ല. ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ബ്ലേഡ് കമ്പനി എന്നുള്ളത് നീ ഇംഗ്ലീഷിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ICF എന്നോ ICM എന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞു, എൻ്റെ ബേസിക് എന്ന് പറയുന്നത് നീ പലിശയ്ക്ക് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനുണ്ട്. അത് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്നെ അപമാനിച്ചിരിക്കുകയാണ്. അതിൽ പോലും നിങ്ങൾ കൊടുത്തിരിക്കുന്ന കേസിൽ പോലും ഞാനും അതിലോട്ട് യാതൊരു എഗ്രിമെൻറ്റും ഇല്ല. ഞങ്ങൾ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ അനിൽകുമാറിൻ്റെ അഗൻസ്റ്റ് കേസ് കൊടുക്കുന്ന സമയത്ത് അനിൽകുമാർ വാങ്ങിച്ചുകൊണ്ട് പൈസയുടെ കൂട്ടത്തിൽ കമ്പനിയിൽ ഡയറക്ടർ എന്നും പറഞ്ഞത് അത് അവിടെ കിടപ്പുണ്ട്. അവിടെ മേജർ രവി. അത് മേജർ രവി അല്ല, അതിൽ ആച്ചൻകുട്ടി രവീന്ദ്രൻ എന്നുള്ള എൻ്റെ ആധാർ കാർഡിൽ കിടക്കുന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ റെസിഡൻഷ്യൽ അഡ്രസ്സ് എവിടെയാണ്? എൻ്റെ പൊളിഞ്ഞു പോയ ഫ്ലാറ്റിൻ്റെ. അങ്ങനെ കുറേ കേസുകൾ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ 5 വർഷത്തിന് മുന്നേ ഇത് പോയിട്ടുള്ളത് ഇപ്പോഴും അവരത് തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ദാറ്റ് മീൻസ് ഈ കമ്പനി ഒന്നും നടക്കുന്നില്ല എന്നുള്ള അപ്പം മനസ്സിലായില്ലേ? എങ്ങനെ ഇരിക്കുന്നു? ഇതിലിപ്പോൾ മൂപ്പര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മൂപ്പരുടെ പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ മൂപ്പരെ പിടിച്ച MD ആയിട്ടുള്ള വ്യക്തി എവിടെ പോയി എന്ത് ചെയ്താലും ഈ കമ്പനീൻ്റെ പേരിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കമ്പനീൻ്റെ MDൻ്റെ ലിസ്റ്റിൽ ഞാനും ഉണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്താലും എൻ്റെ അതിനെയും കേസ് വരും, ഞാനും കൊടുക്കും. എങ്ങനെ ഇരിക്കുന്നു? ഈ മേജർ രവി എന്ന് പറഞ്ഞ ആൾക്ക് ഇത്രയും ഇൻഫ്ലുവൻഷ്യലാണ്, പവർഫുള്ളാണ്, ആൾക്ക് സൊസൈറ്റിയിലൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്, ആൾക്ക് ഏത് രീതിയിലും എന്തും ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനുള്ളപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പാർട്ട്ണർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും ചോദിക്കാനുള്ളൂ, കൂടുതലൊന്നും ചോദിക്കാനില്ല. ഇനി മൂപ്പര് ലാസ്റ്റ് ഒരു ക്ലിപ്പും കൂടി ഉണ്ട്. തണ്ടർ ഫോഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പോഴും ആളുകൾ കരുതുന്നത് താങ്കളുടേതാണെന്നാണ്. ഇതാണ് പറഞ്ഞത്. അന്ന് ഞാനൊരു ഓണത്തിന് ഗോവ പ്രോഗ്രാമിന് വിളിച്ചാണ്, ഗോവ മലയാളി പ്രോഗ്രാമിന് വിളിച്ചാണ് ഈ ഫ്രോഡ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇവൻ്റെ ഫുള്ള് സെക്യൂരിറ്റി അത് എന്നൊക്കെ കണ്ടിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇവരൊക്കെ ചേട്ടൻ്റെ പേരുണ്ടെങ്കിൽ ഞാനതിൽ ഇപ്പോഴത്തെ ഞങ്ങൾ മാസം ഒരു ഫീസ് തരാം. അങ്ങനെ എനിക്ക് 1.5 ലക്ഷം രൂപ ഞാൻ ഫീസ് വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഇതിന് മുന്നേ എൻ്റെ കയ്യിൽ നിന്നൊരു 55 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതവിടെ കിടപ്പുണ്ട്. പക്ഷെ അത് ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. എവിടെയാണെന്നുള്ളത് എനിക്കറിയില്ല. ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അത്. ഈ 1.5 ലക്ഷം കിട്ടിയിരുന്നതിന് എല്ലാ വർഷവും ഞാൻ ആ 3 ലക്ഷം എൻ്റെ 18 ലക്ഷത്തിന് ഞാൻ ആ 1.80 ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടാക്സ് ഞാൻ കൊടുക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ 15 ലക്ഷം എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം 3 ഇതും കൂടെ വരുമ്പോൾ 2 ലക്ഷത്തോളം രൂപ 1.80 ഞാൻ ടാക്സ് TDS ആയിട്ട് ഇവൻ വാങ്ങിക്കും. പക്ഷെ ഇവനത് തരില്ല. എന്നിട്ട് ഞാൻ കൊണ്ട് കെട്ടണം. അതും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാനെല്ലാം ലീഗലായിട്ട് ചെയ്തു. അത്രയേ ഉള്ളൂ ഇവനായിട്ടുള്ള ബന്ധം. പക്ഷെ ഇവൻ്റെ അടുത്ത് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ പേരെടുത്ത് കളയണമെന്ന്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇവരുടെ സെക്രട്ടറി, കമ്പനി സെക്രട്ടറി നോക്കിയാൽ ഞങ്ങളുടെ കമ്പനി സെക്രട്ടറി ഒന്നുമില്ല. ഇവനെപ്പോലെ ഫ്രോഡ് കളിക്കണമെങ്കിൽ ഇവനെപ്പോലെ കണ്ടു പഠിക്കണം. കാരണം എന്ന് വെച്ചാൽ ചാൾസ് ശോഭരാജിനെ പിടിച്ചത് ഗോവയിൽ നിന്നാണ്. ചിലപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് ഇവൻ ട്രെയിനിങ് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഈ അനിൽകുമാർ എന്ന് പറയുന്നത് ഇവൻ്റെ സ്വന്തം അമ്മയെന്നും പറഞ്ഞ് നടന്നിരുന്ന ഈ ഏനാത്തുകാരി ഒരു സ്ത്രീയുണ്ട്. അവരുടെ വീട്ടിലായിരുന്നു അമ്മയച്ഛനും. അച്ഛൻ മരിച്ചു. അപ്പം നമ്മളെല്ലാം ഒരു അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അറിയിക്കില്ലേ? ഞാനിത് അറിഞ്ഞിട്ട് ഇവനോട് അത് പ്രശ്നമില്ല, അതൊന്നും ആരെയും അറിയിക്കേണ്ട. അപ്പോഴേ മനസ്സിലായതിന് എന്തോ ഫ്രോഡ്. അവസാനം ഇവൻ ഈ ഫ്രോഡ് മുങ്ങുന്നതിന് മുന്നെയാണ് ഈ അമ്മ എന്നെ വിളിച്ചിട്ട് 5000 രൂപ എൻ്റെ അടുത്ത് കടം വാങ്ങിച്ചു. മോനെ ഞാനിവിടെ പട്ടിണിയാണ്, എന്നെ നോക്കുന്നില്ല. അപ്പം നിങ്ങളാരും ഒന്നുമല്ല, ഇവനൊരു 10 വർഷം മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങളെ നോക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട്? എന്തോന്നടേ ഇത്, സിനിമയാ? ഈ മേജർ രവിന്റെ പാർട്ട്ണർ ഏതോ വീട്ടിൽ കയറി പോയി ഒരു പാവം വയസ്സായ അച്ഛനും അമ്മേനെയും കിഡ്നാപ്പ് ചെയ്ത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി. അതിലൊരു അച്ഛൻ മരിച്ചു. ഒരമ്മ മേജർ രവീനെ വിളിച്ച് 5000 രൂപ ഉപയോഗിക്കുമ്പോൾ മേജർ രവി ഇത് അറിഞ്ഞതിന് ശേഷം ഈ വ്യക്തി ആരാന്നോ ഇയാളുടെ ഫോട്ടോയോ ഇയാൾക്കെതിരെ മേജർ രവിക്ക് ഇയാൾക്കെതിരെ എന്നേ പോലീസ് കേസ് കൊടുക്കണ്ടേ? ചെകുത്താനെ പിടിച്ച ആത്തിരണ്ട്, അത് ഈ കാട്ടുകളനെ ഇവനാണോ പിടിച്ച ആത്തിരണ്ട്? സൊസൈറ്റിക്ക് ഏറ്റവും വലിയ ത്രെട്ട് ആരാ? ഈ മേജർ രവിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഈ മേജർ രവി പറയുന്ന വ്യക്തിയല്ലേ? ഒന്ന് ആർമി വേഷം ഇട്ട് ആർമീനെ പറ്റിച്ച ഒരാൾ മേജർ രവിൻ്റെ മുന്നിൽ മേജർ രവിക്ക് അറിയാം. അതേ വ്യക്തി തന്നെ ബാക്കി നാട്ടുകാരെ കോടിക്കണക്കിന് രൂപ പറ്റിക്കുന്നു.
ഈ കോടിക്കണക്കിന് രൂപ നാട്ടുകാരെ പറ്റിച്ചത് സ്ഥാപനത്തിലൂടെ ആകുമ്പോൾ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ ആ കേസിൽ മേജർ രവി ഒരാളാകുന്നു. അതിനുശേഷം മേജർ രവി അറിയുന്നു ഈ കാട്ടുകള്ളൻ അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് ഏതോ 2 വയസ്സായ ആൾക്കാരെ അവരെയും പറ്റിച്ചു. അവരെ വീട്ടിൽ കയറിപ്പോയി അവരെ നോക്കാന്ന് പറഞ്ഞാൽ അവരെയും പറ്റിച്ചു. ഇത്രയും വലിയ കള്ളനല്ലേ മേജർ രവി ആദ്യം പിടിച്ച് സൊസൈറ്റീന് മുന്നിലിടേണ്ട? ഒരു ഫോട്ടോ എങ്കിലും പബ്ലിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ട് ആത്താക്കിപ്പിക്കേണ്ടത്. എല്ലാത്തിലും ഒരു അഭിപ്രായമുള്ള, എല്ലാത്തിനെ കുറിച്ചും നല്ല നോളേജ് ഉള്ള, ഒരു റെപ്യൂട്ടഡ് റാങ്കിലിരുന്ന് റിട്ടയർ ആയ ഒരു ആർമി ഉദ്യോഗസ്ഥൻ നിങ്ങളെ പറ്റിക്കുന്ന ഒരു കാട്ടുകള്ളം നിങ്ങളെ മുന്നിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൊസൈറ്റിയിൽ അയാളിട്ട് കൊടുക്കും. അത്ര മതി നിങ്ങൾക്ക്. നിങ്ങൾ തന്നെ ഇപ്പം പറയുന്നത് അണ്ടർബോൾഡ് ആയിട്ട് നിങ്ങൾക്ക് വലിയ എനിക്ക് മാസം ഇത്ര രൂപ 1,00,000 ചില്ലറ രൂപ തരാമെന്ന് പറഞ്ഞു. 10-18 ലക്ഷം രൂപ കിട്ടും. അതിൻ്റെ എല്ലാ ടാക്സും കാര്യങ്ങളും ഞാൻ അടയ്ക്കുന്നുണ്ട്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഏതോ ഒരു സ്ഥലത്തുനിന്ന് വെച്ച പരിചയപ്പെട്ട ഒരാൾ നിങ്ങളെ അയാളുടെ സ്ഥാപനത്തിൻ്റെ MD CMD ആക്കി വെച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ആക്കി വെച്ചതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാസം അവർ പേയ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് നിങ്ങൾ ടാക്സ് അടിച്ചിട്ടുണ്ട്. ആ പേയ്മെൻറ്റ് നിങ്ങൾ വാങ്ങാൻ കാരണം ആ സ്ഥാപനം പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളെ ഫേസ് വെച്ചിട്ടാണ്. അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ആ സ്ഥാപനത്തിനെതിരെ കേസ് വരുമ്പോൾ അതിൽ ഓബിയസ്ലി നിങ്ങൾ ഇൻവോൾവ് ആക്കില്ലേ? നിങ്ങൾ അവിടുത്തെ CMD MD അല്ലേ? അപ്പോൾ ആ സ്ഥാപനം ഒരു കള്ളനാണ് നടത്തുന്നതെന്നും ഒരു പറ്റിപ്പുകാരനാണ് നടത്തുന്നതെന്നുള്ളതും സൊസൈറ്റിനോട് പറയുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ലേ? അവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയല്ലേ? ആർമിക്കാരെ കൊണ്ട് പിടിപ്പിക്കേണ്ടവനെ, ആർമീനെ വരെ പറ്റിച്ചില്ല അവൻ. എന്നിട്ടാണ് ചെകുത്താൻ്റെ പിന്നാലെ. കൊള്ളാടെ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പം ഇത് ഇങ്ങേർക്കെതിരെ വന്ന കേസ് ഇങ്ങേര് വന്ന് പറയുന്നത് അങ്ങേരല്ല, ഒപ്പമുള്ള ഈ പാർട്ട്ണറാണ് കള്ളൻ എന്നാണ് പറയുന്നത്. ആ കള്ളനെ മേജർ രവി എന്താണെങ്കിലും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക, ആർമിക്കാരെ പിടിക്കുക. നാട്ടുകാർക്കെങ്കിലും ആ കള്ളൻ്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും. ഇനി നാളെ എത്ര ആളെ പറ്റിക്കുവൻ? ഒരു വീട്ടിൽ കയറി ചെന്ന് ഒരു അച്ഛന് പാവം വയസ്സായ ആൾക്കാരെ പറ്റിച്ചു സുഖമായിട്ട്. എന്തുവാണ് ഇത്?